ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴത്തിനെ കൊണ്ട് ഒരു അടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതിന് ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ 3 അണി വെല്ലം ഇടണം കേട്ടോ. വെല്ലപ്പാവ് അല്ലെ ശർക്കര പാവ് എന്നാണ് പറയുന്നത്. ശർക്കര പാനി ഉണ്ടാക്കാൻ പോവാന്നേ. അതൊന്നും ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു 1.5 കഷ്ണം നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഒരു അളവിൽ മുറിച്ചിട്ട് പീസാക്കിയിട്ട് വെക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ശർക്കര ഏകദേശം പാനിയായിട്ടുണ്ട്. അതായത് എല്ലാം ഉരുകിയിട്ടുണ്ട് കേട്ടോ. അത് എന്നിട്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തീ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ടൊന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട് അതൊന്ന് ചൂടാവട്ടെ. നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് കുറച്ച് മുന്തിരിങ്ങ ഉണ്ട്, പിന്നെ കുറച്ച് കശുവണ്ടി. മുന്തിരിങ്ങ ചൂടായതിന് ശേഷം കുറച്ച് കശുവണ്ടി എടുത്തിടുക. കുറച്ച് മാത്രമേ എടുക്കുന്നില്ല കേട്ടോ, ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് കശുവണ്ടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്താ ഇടാൻ പോകുന്നത്, നേന്ത്രപ്പഴം മുറിച്ച് വെച്ചില്ലേ അതിൽ പകുതി ഇടുക കേട്ടോ. പകുതി മുക്കാൽ ഭാഗം ഇട്ടോ. എന്നിട്ടാകുമ്പോൾ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണേ. വഴറ്റിയെടുക്കുക. എന്നിട്ടാകുമ്പോൾ അതിൽ കുറച്ച് ഇടുക, തേങ്ങ ഇടണം. കുറച്ച് തേങ്ങ മതി, ചിരകി വെച്ചത്. അധികം ഇടണ്ട, കുറച്ച് ഇട്ടാൽ മതി. തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ട് വറുത്തെടുക്കണേ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നട്ട്സ് ഉണ്ടോ അതും ഇടാട്ടോ അതിൻ്റെ കൂട്ടത്തിൽ. ഞാൻ കുറച്ച് ഏലക്കായി കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് വെക്കുന്നുണ്ട്, ഒരു മണത്തിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ്. അതും കൂടി ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ ഈ അട. സിമ്പിളും ആണ്, വീട്ടിലെല്ലാം ഉള്ള സാധനം വെച്ച് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. ഞാൻ ബാക്കിയില്ല നേന്ത്രപ്പഴം മുറിച്ച് വെച്ചില്ല, അതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് അടിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കിയില്ല, അതൊന്ന് ഊറ്റിയെടുക്കുവാന്ന് കേട്ടോ. ഇനി നമ്മളെ ബാറ്ററി തയ്യാറാക്കുക. അതിന് ഈ ശർക്കര പാനിയിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഏകദേശം ഒരു ദോശമാവിൻ്റെ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ പരുവില്ലേ, ആ പരുവത്തിൽ വേണം കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി പൊടി ഇട്ടിട്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു പരുവാവും. അതിൽ അരച്ച് വെച്ച ഇതിൽ കുറച്ച് നേന്ത്രപ്പഴം ഉണ്ട് കേട്ടോ. അരച്ച് വെച്ച നേന്ത്രപ്പഴം ഇല്ലേ അതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി ഇട്ടിട്ടുണ്ട്. അരച്ച് വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ്, അതുകൊണ്ടാണ് കുറച്ച് പീസില്ലേ. പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ച നേന്ത്രപ്പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കൂടി വറുത്തില്ലേ, അതും കൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണേ. മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഞാനിത് ഒന്ന് ആവിക്ക് വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു വാഴയില വെച്ചിട്ടുണ്ട്. ഒരു നല്ല നാച്ചുറലായിട്ടുള്ള ഇത് കിട്ടാനാണ്. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് മത്തൻ്റെ കുരുവില്ലേ, അത് വാങ്ങാൻ കിട്ടും, അതെടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്, അപ്പം അതും കൂടി ഇടുന്നുണ്ട്. ഇത് നമ്മൾ മെയിനായിട്ട് ഹെൽത്തി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു വിഭവമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. നല്ല സിമ്പിളുമാണ്, നല്ല സാധനമാണ് കേട്ടോ. ഒരു മോശവുമില്ല. ഇത് ആവിക്ക് വെക്കുന്നതല്ല, എണ്ണയിലൊന്നും വറുത്തെടുക്കുന്നൊന്നുമില്ല. ഇത് കണ്ട കറക്റ്റായിട്ടായിട്ടുണ്ട്. ഇനി നമ്മളിത് മുറിച്ചെടുക്കുവാന്ന് കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്. താങ്ക് യു.